നമസ്കാരം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളും നമ്മുടെ തുറമുഖവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? സെയിലിംഗ് കമന്ററി പരിശോധിക്കുന്നു. നമ്മളെപ്പോലുള്ള ശ്രീലങ്കയിലെ, പ്രത്യേകിച്ച് കൊളംബോയിലെ പോർട്ട് പ്രേമികൾ, അവരുടെ പോർട്ട് പ്രേമികൾ പണ്ടേ പറയുന്നൊരു കാര്യമുണ്ട്. സെയിലിംഗ് കമന്ററി ഇത് പറഞ്ഞിട്ടുണ്ട്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അവർ ചൈന എങ്ങനെയാണോ ഹോങ്കോങ് എങ്ങനെയാണോ ചൈനയെ ഉപയോഗപ്പെടുത്തി വളരുന്നത് അല്ലെങ്കിൽ വളർന്നത്, അതുപോലെ ആവണം കൊളംബോ പോർട്ട് ഇന്ത്യയെ ഉപയോഗപ്പെടുത്തി വളരണം. കൊളംബോ വളരണം, ഇന്ത്യയല്ല വളരേണ്ടത്. ഞാൻ അവരെ ആത്മാർത്ഥമായിട്ട് സല്യൂട്ട് ചെയ്യാണ്. അങ്ങനെ വേണം ചിന്ത. ഓരോ രാജ്യവും ഓരോ പ്രദേശവും വളരുക എന്നുള്ളതല്ലേ ഓരോരുത്തരുടെയും ആഗ്രഹം. അതിന് നമ്മൾ പ്രാദേശികവാദം എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കും, കളിയാക്കും. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. അവർക്ക് ആ രാജ്യത്തോട്, അവരുടെ സ്വന്തം രാജ്യത്തോടും സ്വന്തം പോർട്ടിനോടുമുള്ള ആത്മാർത്ഥത. ഇവിടെ നമ്മൾ ഇത് പലതവണ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പോർട്ടിനെ ഏറ്റവും കൂടുതൽ വിജയിപ്പിക്കാൻ പോകുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു കൺസ്യൂമർ ബേസാണ്. ഏറ്റവും കൂടുതൽ ആഴമുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും തൊട്ടടുത്തുകൂടെ പ്രോക്സിമിറ്റി ഉണ്ട്. ഇത് പറയുന്നത് പോലെ തന്നെ തുല്യ പ്രാധാന്യമാണ് നമ്മുടെ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയാവുന്ന വിഴിഞ്ഞത്തിന്റെ കാശ്മീർ വരെ നീണ്ടു കിടക്കുന്ന വിപുലമായ ഒരു മാർക്കറ്റ്. ആ മാർക്കറ്റിനെ സംബന്ധിച്ച ഒരു പഠനം, ഏറ്റവും ഒടുവിലൊരു പഠനം വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പഠനം അതിനെ സാധൂകരിക്കുന്നതാണ്. ഏഷ്യൻ റീജിയൻ, ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഏഷ്യൻ റീജിയൻ ലോക ഉൽപാദനത്തിന്റെ 12% ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞ കണക്കാണ്. അത് 2050 ആകുമ്പോൾ 30% വർദ്ധിക്കും. 18% കൂടി കൂടും. അതേസമയത്ത് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ ഇന്ന് ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശങ്ങളുടെ ഉപഭോഗം ഇന്ന് 60% ആണെങ്കിൽ അത് 30% കുറയും. ഇത് മെക്കിൻസി എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ഒരു സ്ഥാപനം നടത്തിയ പഠനത്തിന്റെ ഫലമാണ് ഈ പറഞ്ഞ കണക്കുകൾ. ഇത് സെയിലിംഗ് കമന്ററി നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അവതരിപ്പിക്കുന്ന അതല്ല, അതിനേക്കാൾ കുറച്ചുകൂടി കൃത്യമായ ഒരു കണക്കുകളും നിരീക്ഷണങ്ങളുമാണ്. പഠനം നടത്തിയത് ഏഞ്ചൽ വൺ, ഐക്കോണിക് അസറ്റ് എന്ന് പറയുന്ന 2 സ്ഥാപനങ്ങൾ ചേർന്ന് നടത്തിയ ഒരു പഠനമാണ്. ഇന്ത്യ ഈസ് സെറ്റ് ടു ബിക്കം ദ കൺസംഷൻ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. അടിയുടെ സിംബൽ 30 വർഷമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ മാർക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ മാർക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ നാട്ടിൽ നടക്കുന്ന കല്യാണവും തുറമുഖവുമായിട്ട് എന്താണ് ബന്ധം. അവസാനം പറഞ്ഞാൽ മതിയെങ്കിൽ അവസാനം പറയാം. ഇവിടെ ദ റിപ്പോർട്ട് സേസ് ദാറ്റ് ഡ്രിവൺ ബൈ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കൺസ്യൂമർ ബേസ് ഇൻ ദ വേൾഡ്, ഇന്ത്യ ഈസ് പ്രൊജക്റ്റഡ് ടു ഡബിൾ ബൈ 2034. ഇന്നുള്ളതിന്റെ നേരെ ഇരട്ടിയാകുന്നു 2034. എത്ര വർഷമുണ്ട്? 5-4 10 വർഷമില്ല. 10 വർഷത്തിനകം ഇന്ത്യയുടെ ബേസ് മാർക്കറ്റ് എന്ന് പറയുന്നത് നേരെ ഇരട്ടിയായി വർദ്ധിക്കാൻ പോകുന്നു. മാർക്കറ്റ് കൂടുമെന്നും വളരുമെന്നും ഒക്കെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. അതിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ടാവണം, സൂചനകൾ ഉണ്ടാവണം. അഡീഷണലി ദ റിപ്പോർട്ട് പ്രൊജക്ട്സ് ദാറ്റ് India's savings over the next 25 years will be 10 times of the total savings of the past 25 years. കഴിഞ്ഞ 25 വർഷമായി നടത്തിയ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ സേവിങ്സിന്റെ 10 ഇരട്ടി കൂടും അടുത്ത 25 വർഷത്തിനകം. 2050 ആവും. നേരത്തെ പറഞ്ഞല്ലോ, 2050 കൺസംഷൻ ലെവലിൽ വരുന്ന മാറ്റം ആഗോളതലത്തിൽ. ഇന്ത്യയുടെ സേവിങ്സ് 25 വർഷം കഴിയുമ്പോൾ 10 ഇരട്ടി കൂടും. ഇപ്പൊ സേവിങ്സ് ഉണ്ടായാൽ എന്താണ് മെച്ചം? സേവിങ്സിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടാം, അല്ലെങ്കിൽ സേവിങ്സ് ഇടയ്ക്കിടയ്ക്ക് പിൻവലിച്ച് കൺസംഷൻ നടത്താം. അങ്ങനെ സേവിങ്സ് ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും ആലോചിക്കാം. അല്ലെങ്കിൽ സേവിങ്സ് വെച്ചിട്ട് അതിന്റെ പുറത്ത് ലോൺ എടുക്കാം,
വാഹനം വാങ്ങിക്കാം. അങ്ങനെ കൺസംഷൻ കൂട്ടാവുന്ന ഒരുപാട് മാർഗങ്ങൾ സേവിങ്സിലുണ്ട്. ഇനി കുറച്ചുകൂടി ഈ വളർച്ച, ഈ ഒരു എന്താണ് ഉപയോഗിച്ച വാക്ക്, കൺസംഷൻ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ ഉപഭോഗം ഏറ്റവും കൂടുതൽ നടക്കാൻ പോകുന്ന പ്രദേശമാണ് ഇന്ത്യ. ഇവിടെയൊക്കെ എന്താണ് നമ്മുടെ തുറമുഖത്തിന്റെ സാധ്യത എന്ന് ഇപ്പൊ തന്നെ പ്രേക്ഷകർക്ക് പിടികിട്ടിയിട്ടുണ്ട്. ബിറ്റ്വീൻ ദി ഫിനാൻഷ്യൽ ഇയർ 1997 ആൻഡ് 2023, അപ്പോൾ ഏകദേശം 25 വർഷം, ദ ടോട്ടൽ സേവിങ്സ് ഓഫ് ഇന്ത്യ വാസ് $12 trillion. 12 ട്രില്യൺ. നമ്മള് മില്യണും ബില്യണും ഒക്കെ കേട്ടിട്ടുണ്ട്, ട്രില്യൺ അധികം കേൾക്കാറില്ല അല്ലെ. ലക്ഷം കോടി, 12 ലക്ഷം കോടി ഡോളറാണ്, ട്രില്യൺ ഡോളറിലാണ്. അത്രയും സേവിങ്സ് ഈ പറയുന്ന പീരീഡിൽ ഉണ്ടാകും. 1997 ആൻഡ് 23 ഉണ്ടായിരുന്നു. ദ റിപ്പോർട്ട് സേസ് ഇറ്റ് വിൽ മേക്ക് എ 10-fold ജമ്പ്. ഈ 12 ട്രില്യന്റെ 10 മടങ്ങ്, 10-fold ജമ്പ് ടു $103 trillion. ഇതെന്താണ് പറയുന്നത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കണക്കുകളാണിത്. ബിറ്റ്വീൻ ദി ഫിനാൻഷ്യൽ ഇയർ 97 ആൻഡ് 23 ദ ടോട്ടൽ സേവിങ്സ്, ഈ പറയുന്ന ഇത്രയും സേവിങ്സ്, നേരത്തെ സേവിങ്സിൽ വരുന്ന വർധനവ് പറഞ്ഞെങ്കിൽ ഇപ്പൊ കൃത്യമായ എമൗണ്ട് ആണ് പറയുന്നത്. 12 ലക്ഷം കോടി ഡോളറായിരുന്നു 1997 മുതൽ 2023 വരെ ആയിരുന്നതെങ്കിൽ 47 ആകുമ്പോൾ അത് 10 മടങ്ങ് വർദ്ധിച്ച് $103 ട്രില്യൺ മാറും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദിസ് വിൽ അൺലോക്ക് മാസീവ് പൊട്ടൻഷ്യൽ ഫോർ ഇൻക്രിമെന്റൽ കൺസംഷൻ. ഉപഭോഗത്തിലോട്ട് വലിയ തോതിലുള്ള വളർച്ച, കുതിപ്പ് ഈ ഒരു സേവിങ്സ്, $103 ട്രില്യൺ സേവിങ്സിൽ, നമ്മുടെ എല്ലാ സേവിങ്സ് ഉൾപ്പെടുന്നതാണിത്. നമ്മുടെ ശമ്പളവും പെൻഷനും എല്ലാം കൂടെ നമ്മൾ ബാങ്കിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഉൾപ്പെടെയാണ്. ഇനി നമുക്ക് കല്യാണ കഥയിലോട്ട് വരാം. നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഈ റിപ്പോർട്ടിലും അത് പറയുന്നുണ്ട്. നമ്മുടെ പുതിയ ചെറുപ്പക്കാരെല്ലാം വിവാഹം കഴിയുന്നതോടുകൂടി മൈക്രോ യൂണിറ്റുകളായിട്ട് ചെറിയ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റുകൾ, ചെറിയ ഫ്ലാറ്റുകൾ, സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ വാങ്ങി അങ്ങോട്ട് മാറുകയാണ്. നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ടല്ലോ, അച്ഛനും അമ്മയും ഒക്കെ തറവാട്ടിൽ താമസിക്കും, മക്കളും ചിലപ്പോൾ താമസിക്കും, പക്ഷെ അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ടാവും. ഒരു ഫ്ലാറ്റ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീക്കെൻഡ്സിലായിരിക്കും അവർ അവിടെ പോയി താമസിക്കുന്നത്. താമസിക്കാൻ മിനിമം സാധനങ്ങൾ അവിടെ വേണ്ടേ, കിടക്കാൻ ഒരു കട്ടിൽ വേണ്ടേ, അത്യാവശ്യം പാചകം ചെയ്യാനുള്ള പാചക സാധനങ്ങൾ വേണ്ടേ, ഒരു ഫ്രിഡ്ജ് വേണ്ടേ, ഒരു വാഷിംഗ് മെഷീൻ വേണ്ടേ, ഒരു മേശ വേണ്ടേ, ഒരു കമ്പ്യൂട്ടർ വേണ്ടേ, ഒരു ടേബിള്. ഇങ്ങനെ അത്യാവശ്യം ഈ മൈക്രോ യൂണിറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും പർച്ചേസുകൾ നടക്കും. അതാണ് പുതിയ വിവാഹങ്ങൾ നടന്നാൽ തുറമുഖത്തെ ബന്ധിപ്പിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മറ്റ് ലോകരാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ അവ നമ്മുടെ തുറമുഖം വഴി വരണം. അല്ലെങ്കിൽ അവർ ഇവിടെ എന്തെങ്കിലും ഉൽപാദന പ്രക്രിയയിൽ, കമ്പനികളിൽ, മാനുഫാക്ചറിംഗിൽ, സെമി കണ്ടക്ടർ, നമ്മുടെ കേരളത്തിലും ഇപ്പൊ അവസാനം 2025 സെമി കണ്ടക്ടറൊക്കെ എന്നൊക്കെ ചിലർ പറഞ്ഞു തുടങ്ങി. 10-15 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വരികയാണ്. അപ്പോ പുതിയൊരു കല്യാണം നടക്കുമ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ട് ഭക്ഷണവും പായസവും ഒക്കെ കഴിക്കുമ്പോൾ ഓർക്കുക, അവർ നമ്മുടെ തുറമുഖത്തെ സഹായിക്കുന്നവരാണ്. അങ്ങനെയും കൂടി അവർക്ക് ആശംസകൾ നേരുക. ഇവിടെ കഴിഞ്ഞ ദിവസത്തെ നമുക്ക് അവസാനിപ്പിക്കുന്നതിന്, അപ്പൊ എന്തായാലും ഇത്രയും വലിയ മാർക്കറ്റ് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ വെറുതെ ഈ കഥകൾ കേട്ടുകൊണ്ടിരുന്നാൽ പോരാ. അതെങ്ങനെ ഉപയോഗപ്പെടുത്താം, ആ വലിയ മാർക്കറ്റ് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഈ ലോകത്തിന്റെ വാതായനത്തിൽ ഇരിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് നല്ലവണ്ണം ആലോചിക്കണം. ന്യൂസ് ലെറ്റർ അതിന് കുറച്ചുകൂടി കൃത്യമായ ടാൻജിബിൾ ആയിട്ടുള്ള ചില സൊല്യൂഷൻസുമായിട്ട് വരുന്നുണ്ട്. നല്ലവണ്ണം ആലോചിക്കണം, അത് ഉപയോഗപ്പെടുത്തണം, എടുത്തു ചാടരുത്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വരുന്നു. ഇവിടെ ഇന്നലത്തെ അവതരിപ്പിച്ച സെയിലിംഗ് കമന്ററിയെ സംബന്ധിച്ച് ഒരു കത്ത് വന്നതുകൂടി വായിച്ച് അവസാനിപ്പിക്കാം. നോട്ട് ജസ്റ്റ് നോർത്തേൺ ഡിസ്ട്രിക്ട്സ്, ഇന്നലെ പറഞ്ഞല്ലോ വടക്കൻ കേരളത്തിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ട്രെയിനിലും ട്രക്കിലും ഒക്കെ തൂത്തുക്കുടിയിലോട്ട് പോകുന്നുണ്ടെന്ന്. അപ്പൊ അത് സംബന്ധിച്ച് നൽകിയ മറുപടിയാണ്, നോട്ട് ജസ്റ്റ് നോർത്തേൺ ഡിസ്ട്രിക്ട്സ്, മൈ ഫ്രണ്ട് ഇസ് വർക്കിംഗ് ഇൻ ലോൺ സെക്ഷൻ ഓഫ് എ PS ബാങ്ക്. PS എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ ബാങ്ക്. He said in most of the loan proposal they get from Trivandrum, Kollam districts and for some from Alleppey. They have mentioned Tuticorin port as port of shipping.
അവരെന്തെങ്കിലുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ വായ്പയ്ക്ക് വരുമ്പോൾ അവർ വെക്കുന്നത് പോർട്ട് ഓഫ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞു വെക്കുന്നത് തൂത്തുക്കുടി പോർട്ടാണ്. അപ്പോൾ എന്താണ് പുതിയ കാലത്തെ ട്രെൻഡ് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ അവതരിപ്പിച്ച റിപ്പോർട്ട് ഏകദേശം സത്യമാണെന്നും ശരിയാണെന്നും ഒക്കെ ഉള്ളതിന്റെ ഒരു അഭിപ്രായം കൂടിയാണ് ഈ കത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് എത്ര കപ്പൽ നമ്മൾ എന്തായാലും റെക്കോർഡിലോട്ട് അടുക്കുകയാണെന്നുള്ള നല്ല സൂചനകൾ കാണുന്നുണ്ട്. എന്തായാലും ഇന്നലെ വന്ന കപ്പലുകൾ, വന്നു പോയ കപ്പലുകൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. Signing off, Vidya's